ഇത് കണ്ടോ? ഇത് നോക്കിയേ. അതെ അതെ അതെ, കാ പിടിക്കുന്നുണ്ട്. എത്ര കായെന്ന് പുണ്ട്? 4-5 കായ. 5 കായുണ്ട്. 5 കായ. ഇതിപ്പോ നമ്മൾ ഇതിനകത്ത് നിന്ന് ഒരെണ്ണം എടുത്തു പോയി. എന്നാലും ഇപ്പൊ ലൈവായിട്ട് പിടിച്ചോണ്ടിരിക്കും. അല്ല, നമ്മളത് കഴിഞ്ഞ വർഷം നമുക്ക് 2 വർഷമായിട്ട് നമ്മൾ ഇട്ടത് കൊണ്ട് നമുക്ക് ഈ ചെടിയുടെ വേര് പടലം കറക്റ്റ് ആക്കാൻ പറ്റി. അതിന് വലിയ ഡാമേജ് വന്നില്ല. നല്ല ഭയങ്കര ഹീറ്റായിരുന്നു. 35 ഡിഗ്രി ഒക്കെ ആയിരുന്നു ചൂട് വന്നത്. അപ്പൊ ഷെയ്ഡ് ഇച്ചിരി കുറവായിരുന്നു. അത് എന്നിരുന്നാൽ തന്നെ നമ്മൾ അത് നേരത്തെ അഡ്വാൻസ് ആയിട്ട് കണ്ടതുകൊണ്ട് നമ്മൾ ഇതിനെ ഇട്ട് കൊടുത്തിട്ട് നല്ല റെഡിയാക്കി നിർത്തി കഴിഞ്ഞാൽ ചെറിയ ഒരു മിസ്റ്റ് ഉണ്ട്. എല്ലാം മൈക്രോ സ്പ്രിംഗ്ലറാണ്. ഒരു 10 മിനിറ്റ് നമ്മൾ ഒരു ദിവസം വൈകിട്ട് അത്രേ ഇടുന്നുള്ളൂ. ഈച്ചയ്ക്ക് അനുകൂലമായിട്ട് അതിന് പറ്റുന്ന രീതിയിലുള്ള നല്ല മരുന്നുകൾ മാത്രം ഉപയോഗിക്കുക. അത് നല്ല കമ്പനി സാധനം. നമ്മൾ ഈ അവിടുന്ന് ഇവിടുന്ന് മേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്നേ. ഒറിജിനൽ സാധനം നമുക്ക് കിട്ടണ്ടേ? നല്ല സാധനം കിട്ടുന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ നല്ല സാധനം ഇപ്പം ഒത്തിരി കുറവാണ്. അപ്പം നല്ല കമ്പനിയുടെ സാധനം മാത്രം നോക്കി സെലക്ട് ചെയ്ത് മേടിക്കും. അപ്പൊ അത് ഇതിന് തേനീച്ചയ്ക്കും പ്രശ്നം വരത്തില്ല. എല്ലാം നല്ല കട്ടുകൂടിയ മരുന്ന് അടിക്കുന്നു. ഒരുപാട് കൂട്ടം മരുന്നുകൾ കൂട്ടി അടിക്കുമ്പോൾ അതെല്ലാം തേനീച്ചയ്ക്ക് അത് കറക്റ്റ് ആകത്തില്ല. അതിനകത്ത് വേറെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ നമ്മൾ അടിക്കാനും പാടില്ല. അങ്ങനെ അടിക്കാനും വേരിങ്ങോട്ടേ പുറത്തേക്കാണല്ലോ. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ അളവ് ഇത് കറക്റ്റ് ഈ ഒരു കനത്തിലങ്ങ് ഇട്ടാൽ മതി. എന്നിട്ട് ഇച്ചിരി ഇപ്പം നല്ല ഈർപ്പമുള്ളതുകൊണ്ട് അവനെന്താ നിരത്തി കൊടുത്താൽ കുറച്ചുകൂടെ സംഗതി റെഡിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പാപ്പിച്ചി നന്ദികാട്. ഇന്ന് ഞാൻ കർഷകരെ വളരെ ഗൗരവമേറിയ ഒരു വിഷയം കർഷകരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തേയിലച്ചണ്ടി. ഇത് വയനാട്ടിൽ നിന്ന് വരുന്നതാണ്. തേയിലച്ചണ്ടിയുടെ ഉപയോഗം എന്നാന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷം നമുക്ക് വേനൽ വന്ന് ചെടി കർഷകന് വളരെ പ്രയാസപ്പെട്ട ഒരു വർഷമാണ്. അതേ ഒരു കാലാവസ്ഥ തന്നെയാണ് വീണ്ടും വരാനിരിക്കുന്നത്. അപ്പോൾ പൊതയിടുക എന്നുള്ളതാണ് ഉദ്ദേശം. തേയിലച്ചണ്ടി ആ വേസ്റ്റ് കൊണ്ട് ഒരു 2 ഇഞ്ച് കനത്തിൽ ചെടിക്ക് ചുറ്റുമായി പൊതയിടണം. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഈർപ്പം മണ്ണിൽ പിടിച്ചു നിർത്തും. ആഴ്ചയിൽ 10 ദിവസത്തിലൊരിക്കലോ 15 ദിവസത്തിലൊരിക്കലോ ഒക്കെ വെള്ളം കൊടുത്താൽ മതിയാവും. മറ്റൊന്ന്, ചെടികളുടെ വേരിന് സംരക്ഷണമാണ് പ്രധാനം. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, സ്വാഭാവികമായിട്ടും പ്രകൃതിദത്തമായ അമിനോ ഈ വേസിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് വലിയ വിലയൊന്നും ആകുന്നതല്ല. ഒരു 5 വർഷമായിട്ട് ഈ തേയിലച്ചണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. ഇന്നിപ്പം നമ്മൾ നിൽക്കുന്നത് പയസ് ചന്ദ്രൻ എന്ന് പറയുന്ന പുറ്റടിക്കാരൻ്റെ വീട്ടിലാണ്. അദ്ദേഹം 3 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ വർഷം അദ്ദേഹം കുറച്ച് നേരത്തെ അഡ്വാൻസായിട്ട് വാങ്ങി ഇത് ഉപയോഗിക്കുകയാണ്. കാരണം ആവശ്യത്തിനുള്ള മഴ പ്രകൃതിയിൽ കിട്ടിയിട്ടില്ല. കാലവർഷം വളരെ ദുർബലമായിരുന്നു. അപ്പം നമുക്ക് തേയിലച്ചണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇത് കൊണ്ടുതരുന്ന വയനാടുകാരനായ ശ്യാം, അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹം വയനാട്ടിൽ നിന്ന്, നമസ്കാരം, ശ്യാം എന്നാണ് പേര്. വയനാട്ടിൽ നിന്ന് അദ്ദേഹം ഇന്നലെ പുറപ്പെട്ട് ഇന്ന് രാവിലെ ഇവിടെ എത്തി. കർഷകർക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞ കർഷകരുണ്ട്. അപ്പം പുതിയതായിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഇദ്ദേഹം ഇതിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊന്ന് പറയും. താങ്കൾ എത്ര വർഷമായിട്ട് ഇത്? ഞാനിവിടെ ഒരു 5 വർഷമായി ഹൈറേഞ്ചിലേക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് ഇത് വന്നവര് വീണ്ടും എടുക്കുന്നുണ്ട്. അത്യാവശ്യം കട്ടപ്പനയ്ക്ക് ആയാലും അവിടെ ഇടത്തോര് ഇപ്പോൾ 3 വർഷമായി അവിടെ നിന്നൊരു കാർ എടുക്കുന്നത്. അവരിപ്പോൾ ഒരു 30 ലോഡിൻ്റെ ഓർഡർ എനിക്ക് ഈ വർഷം തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നിലവിലൊരു 10 ലോഡ് നമ്മളിപ്പോൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഇതിനും ഇപ്പോൾ രാജകുമാരിയിലായാലും ഇവിടെ ആയാലും എടുത്തോര് തന്നെ വീണ്ടും എടുത്തത് ഇപ്പോൾ അടിച്ചിപ്പോൾ നിന്നേക്കാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഈ വേനലായപ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്. കാരണം ഇതിനകത്ത് ഇവിടെ വെള്ളമില്ല, മഴയുടെ പ്രശ്നത്തിലൊക്കെ ആയതാണ്. ജസ്റ്റ് ഞാൻ ഒരു 5 വർഷം മുമ്പ് നമ്മുടെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ കൊടുത്തതാണ്. അവന് കൊടുത്തു കഴിഞ്ഞാൽ അവന് നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ അങ്ങനെ കൊടുത്തുമ്പോൾ എൻ്റെ കയ്യിൽ പോയതാണിത്. അപ്പോൾ നിലവിലിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും നല്ല ഒരു ഇതായിട്ട് വരുന്നു. എല്ലാവർക്കും നല്ല വേരിന് ഓട്ടവും കാര്യങ്ങളും എല്ലാമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ. അപ്പോൾ അവർ ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നു. ഇപ്പോൾ ഈ ചേട്ടനായാൽ പോലും 3 വർഷം, ഇപ്പോൾ ഇതിപ്പോൾ 4ാമത്തെ വർഷമാണ്. 3 വർഷം നിലവിൽ ഞാൻ കൊടുത്തു. ഇപ്പോൾ 4ാമത്തെ വർഷമാണ് ഞാനിവിടെ വന്നേക്കുന്നത്. പുള്ളി ഇപ്പോൾ ഈ കൊല്ലം ആദ്യം വിളിച്ചേക്കണാണ്. പുള്ളിക്ക് ഒരു 3-4 ലോഡ് കൂടി വേണമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ലോഡാണ് ഞാനിപ്പോൾ പുള്ളിക്ക് വന്നേക്കുന്നത്. നമുക്ക് കട്ടപ്പനയിലൊക്കെ വന്ന് നിൽക്കായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ, ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈർപ്പം മണ്ണിൽ ഈർപ്പം പിടിച്ചു. പിന്നെ ജലാംശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 3% വെള്ളം മാത്രം, ഒരു 15 ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ നിൽക്കുന്നത്
പയസ് ചന്ദ്രൻകുന്നേൽ കുറ്റടി സ്വദേശിയാണ്. അദ്ദേഹം നല്ലൊരു കർഷകനാണ്. ഒരു 2.5 മാസം മുമ്പ് വെച്ച ചെടി, ഷെയ്ഡ് വളരെ കുറവ്. അതുകൊണ്ടാണ് തേയിലച്ചണ്ടി, മുമ്പ് നമ്മൾ സംസാരിച്ചല്ലോ, തേയിലച്ചണ്ടി ഒരു ചെടിയിൽ നിന്നൊരു 1/2 അടി മാറ്റി ഒരു 2 ഇഞ്ച് കനം ഏറ്റവും കുറഞ്ഞത് ചുറ്റിനും ഇട്ടുകൊടുത്ത് പൊതയിടുക. അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് ഈർപ്പം മണ്ണിൽ പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കും. പിന്നെ വേരുപടലം സംരക്ഷിക്കണമല്ലോ. വേനൽ കടുത്താൽ വേര് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയാണ് പല കർഷകർ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഒരുപാട് തോട്ടങ്ങൾ അങ്ങനെ ഒരുപാട് തോട്ടങ്ങൾ പരാജയപ്പെട്ടു. ഇപ്പൊ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം നമുക്ക് ഈർപ്പം നല്ലപോലെ നിൽക്കുകയും, വെള്ളം അടിച്ചു കൊടുത്താൽ ഈർപ്പം അവിടെ നിൽക്കും. ഈർപ്പം നിൽക്കുകയും ചെയ്യും, നല്ലപോലെ വേരടിക്കുകയും ചെയ്യും. മുമ്പൊരു കർഷകൻ പറഞ്ഞത് ഇത് ഈ ചണ്ടി ഇട്ട് നിരത്തി നല്ലപോലെ ഇട്ട് കഴിഞ്ഞാൽ 15 ദിവസത്തിലൊരിക്കൽ വെള്ളം കൊടുത്താൽ പോലും ചെടിക്ക് ഒരു ക്ഷീണവും ഇല്ലെന്ന്. അത്രയും വരെ അതിന്റെ ആവശ്യമില്ല. ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നല്ല ഈർപ്പല്ലേ ഈ സാധനത്തിൽ. നല്ല ഈർപ്പം ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ലൈറ്റായിട്ട് ഒന്ന് കൊടുത്താൽ മതി, കൂടുതൽ കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഷെയ്ഡ് നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് അപ്പോഴത്തേക്കും ചിമ്പ് നല്ല രീതിയിൽ ചിമ്പടിക്കുകയും ചെയ്യും. വേര് നല്ല ഓട്ടം കിട്ടും, വേരോട്ടം കിട്ടുകയും ചെയ്യും. അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് ചെടി നമുക്ക് ഈ വരുന്ന വേനലിന് ഇപ്പൊ ഈ വർഷമാണെങ്കിലും മഴ തീരെ കുറവാണ്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ചെടി നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. ഇതിപ്പോ 2.5 മാസമായി നമ്മൾ പ്ലാൻ ചെയ്ത ചെടിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഇട്ട ചെടികൾ നമുക്ക് നിൽപ്പുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. 60 ചിമ്പിന് മേളിൽ നമുക്കുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ഈ വർഷം നമുക്കൊരു 3 കിലോ അടുത്ത് ചരക്ക് കിട്ടേണ്ട ചെടികളാണ്. പക്ഷേ ക്ലൈമറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കാറ്റടിച്ചപ്പോഴത്തേനും ഹൈറ്റ് കൂടിപ്പോയി. അപ്പോൾ ഒരു ചരത്തിന്റെ നീളം എന്ന് പറയുന്നത് നമുക്ക് 5 അടി പൊക്കം വരെയാണ് ഉണ്ടായിരുന്നു. അപ്പോൾ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു 4 കിലോ ചരക്ക് അതിൽ നിന്ന് വരും. ഞാൻ 1500 കിലോ പ്രതീക്ഷിച്ചാണ്. പക്ഷെങ്കിൽ കാറ്റടിച്ച് ഒടിഞ്ഞു പോയതുകൊണ്ട് അത് പകുതിയിലോട്ട് പോയി. എന്നാലും നമുക്ക് കുഴപ്പമൊന്നും കേട്ടോ. അതെല്ലാം പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈർപ്പം. അപ്പോൾ എന്നിട്ട് നമ്മൾ മൈക്രോ സ്പ്രിംഗ്ലർ വെച്ചിട്ട് അപ്പോൾ ലൈറ്റായിട്ട് ഒരു 10 മിനിറ്റ് ഒരു ദിവസം ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആകുകയും ചെയ്യും. പിന്നെ നമ്മൾ ഫംഗസ് കയറാതെ മാത്രം നോക്കണം. ഈർപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഫംഗസ് കയറാൻ നോക്കി കഴിഞ്ഞാൽ ഓക്കെയാ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് 2 മാസം കൂടുമ്പോൾ ഒരു ചെറിയൊരു ഫംഗിസൈഡൊക്കെ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇത് മറ്റേ ബാക്ടീരിയ ഐറ്റം ഉണ്ടല്ലോ, അത് ട്രൈക്കോഡർമ, അതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ കംപ്ലൈന്റും ഇല്ല. എന്നാലും നമ്മൾ നമുക്ക് ഓർഗാനിക് ആയിട്ട് ചെയ്യാനും പറ്റത്തില്ല. രാസവളം കൂടെ കൂട്ടി വേണം ചെയ്യാം. ഒരു ചെറിയ കനത്തിൽ ഇട്ടാൽ മതി. വിരിച്ചിടണം. നല്ലൊരു 1.5 അടി വീതിക്ക്. വേരിങ്ങോട്ട് പുറത്തേക്കാണല്ലോ. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ അളവ് ഇത് കറക്റ്റ് ഈ ഒരു കനത്തിലങ്ങ് ഇട്ടാൽ മതി. എന്നിട്ട് ഇച്ചിരി ഇപ്പം നല്ല ഈർപ്പമുള്ളതുകൊണ്ട് അവനെ ഒന്ന് നിരത്തി കൊടുത്താൽ കുറച്ചുകൂടെ സംഗതി റെഡിയാണ്. ഈർപ്പത്തിൽ വരുന്നത്. അപ്പം അത് നല്ല രീതിയിൽ നല്ല കേട്ടോ. 2 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ലൊരു അനുകൂലമായ ഒരു ഏലത്തിന് പറ്റിയൊരു സംഭവമാണ്. എന്തോ ഇതിനകത്ത് ഒരു വേറെ കുറെ ഈ മൈക്രോ ന്യൂട്രിയൻസ് അമിനോ ആസിഡ് മെയിനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ നമ്മൾ 2 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളതേക്കുറിച്ച് അത്ര കാര്യമായിട്ട് അങ്ങ് പഠിച്ചില്ല. എന്നാലും നമുക്ക് റിസൾട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇതിങ്ങനെ ഇതുപോലെ ഡ്രൈ ആയിട്ടാണോ വരുന്നത്? അതോ ചിലർ സംശയം ചോദിച്ചു, ഇത് വെള്ളം ഒഴിച്ചുകൊണ്ടാണോ വരുന്നത്? ഇത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ തന്നെയാണ്. എല്ലാവരും സംശയം നമ്മൾ തൂക്കം കൂടാൻ വേണ്ടി വെള്ളം ഒഴിക്കുന്നതാണ്. അങ്ങനെയല്ല. ഇതില്ല. ഇത് നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ഈ സാധനം ഓയിലിട്ട് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് നീര് വലിച്ചെടുക്കണതാണ്. ആ നീര് വലിച്ചെടുക്കുമ്പോൾ എത്ര നമ്മളിപ്പോൾ ഒരു തുണി ആ ഈർപ്പം ഇതിനകത്തുണ്ടാവും. ഇത് പിന്നെ പോവാത്ത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു സ്റ്റീം ചെയ്തിട്ട് ഒരു ഓസിന്റെ ഉള്ളിൽ കൂടെ ഡയറക്റ്റ് ഇങ്ങനെ ചാക്ക് കയറ്റി വെച്ച് പിടിക്കുന്നുണ്ട്. ഇതിനകത്ത് വരുമ്പോൾ എപ്പോഴും ചൂടുണ്ട്. നിങ്ങൾ പിടിച്ചു വെക്കുക. ഈ സാധനം ചൂട് മാറി തുറന്നു വെച്ചാൽ ഇതിന് അടഞ്ഞിരിക്കാനാണ് ആ ചൂട് ഇതിന്റെ ഈർപ്പം പോകത്തില്ല. ആ ഈർപ്പം അങ്ങനെ നിൽക്കുള്ളൂ. ഇങ്ങനെയാണ് സാധനം വരുന്നത്. ഒരിക്കലും ഡ്രൈ എന്ന് പറഞ്ഞ സാധനം വരത്തില്ല. പൊടിയായിട്ട് വരികയില്ല. ഇപ്പൊ വരില്ല. ഇതെല്ലാം എന്ത് വന്നാലും ഇങ്ങനെ ഇതായിട്ട് വരുള്ളൂ. കാരണം ചൂട് ഇത് ചെയ്ത് വന്ന കാരണം കൊണ്ടാണ് അത്. പിന്നെ എല്ലാവരും ധാരണ നമ്മളിത് തൂക്കം കൂട്ടാൻ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് ചാക്കിനകത്ത് പിടിക്കുന്നു, കിട്ടുന്നു പോരുന്നു. ഫാക്ടറി നേരെ ഡയറക്റ്റ് ഇത് കയറ്റി വണ്ടി കയറ്റി നേരെ ഡയറക്റ്റ് പോരാണ് ചെയ്യുന്നത്. പയസ് ചന്ദ്രൻകുന്നേൽ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ പറമ്പിൽ തൈച്ചെടിക്ക് നമ്മൾ ഈ തേയിലച്ചണ്ടി ഇടുന്നതാണ് നമ്മൾ പറഞ്ഞത്. ഇദ്ദേഹം 3 വർഷമായിട്ട് തേയിലച്ചണ്ടി ഉപയോഗിക്കുന്ന ആളാണ്. ഇതിപ്പം 4 റൗണ്ട് കായെടുത്തതിന് ശേഷം
കഴിഞ്ഞ ആഴ്ച കൂടി എടുത്തപ്പോൾ 4 റൗണ്ട് കായ് ഈ തോട്ടത്തിൽ എടുത്തു. 4 റൗണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം 2 ദിവസമായുള്ളൂ ഇപ്പോൾ 2 ദിവസമായുള്ളൂ എടുത്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ നമുക്ക് ഈ വർഷം ഇപ്പം ഒരു 80-90 ചിമ്പുണ്ടായിരുന്നു. അപ്പം നല്ല ഹൈറ്റ് കൂടിയിട്ട് വള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 അടി പൊക്കത്തിലുണ്ടായിരുന്നു. സൂപ്പർ വള്ളി കിട്ടി. അപ്പം ഈ വർഷം നമുക്ക് പോയില്ലായിരുന്നെങ്കിൽ നമുക്ക് എത്രയിലെ കാ കിട്ടും നമുക്ക് പറയാൻ മതിക്കാൻ പറ്റില്ല. അതുപോലെ ഉണ്ടായിരുന്നു. മിനിമം നമുക്ക് ഞാൻ 1500 ഇല്ല പ്രതീക്ഷിച്ചാ. അപ്പൊ അതുപോലെ കയറി വന്നു. അപ്പൊ അതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഉണക്കിരി എന്റെ ചെടി പോയില്ല. ഒരു ചെടി പോലും പോയില്ല. അപ്പൊ ന്യായമായിട്ട് നമ്മളെ വേര് സംരക്ഷിക്കാൻ പറ്റി. അപ്പൊ ഞാൻ അതിന്റെ 2-3 മാസം മുമ്പ് നമ്മള് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കിയിട്ട് അപ്പൊ ഒറ്റ വേര് പോലും പോയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ രക്ഷപ്പെട്ടു. ഈ വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യായമായിട്ട് കാ കിട്ടും കേട്ടോ. പുറ്റടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ 4 റൗണ്ട് കാ എടുത്ത ഒരു കർഷകൻ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പൊ നമ്മൾ അടുത്ത് 4 റൗണ്ട് എടുത്ത് കഴിഞ്ഞു. ഇത് 2 ദിവസമായുള്ളൂ എടുത്തിട്ട്. ഇനി നമുക്ക് ഇത് വീണ്ടും കാ കയറ്റാം. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫോളിയർ അടിച്ച് നിർത്തി ഇപ്പൊ സെറ്റ് ആകും. അത് കുഴപ്പമില്ല. ഇപ്പൊ നല്ല രീതി. അപ്പം വേര് നമ്മൾ കറക്റ്റ് ആക്കി ചെയ്യാന്നുള്ളതാണ്. വേര് മാത്രം നോക്കിയാൽ മതി. പറമ്പിൽ നമ്മൾ ആവശ്യത്തിന് ജൈവവളം കിടപ്പുണ്ട്. നമ്മൾ ഈ ഷെയ്ഡ് അടിക്കുന്നതിന് പിന്നെ ന്യായമായിട്ട് ലൈറ്റായിട്ട് നമ്മൾ കൊടുത്താൽ മതി. പക്ഷെ വേര് പക്കായിരിക്കും. അതിന് ഫംഗിസൈഡ് മെയിൻ ആകട്ടോ. അതിപ്പോ നമ്മള് ഭയമായിട്ടാണ് ബാക്ടീരിയ, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എന്നാൽ അതുകൊണ്ട് മാത്രം കേട് കുറയത്തുമില്ല. രണ്ടും കൂടെ ചെയ്യേണ്ടി വരും. അതൊരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവും. ഇപ്പൊ ഈ വർഷം വള്ളി വരുന്നുണ്ട്. നല്ല വള്ളി അടിച്ചു വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ചിമ്പെന്ന് പറഞ്ഞാൽ നമുക്ക് 60, 70, 80 അപ്പൊ അത് അടുത്ത വർഷത്തെ ഇത് നമ്മൾ പിടിച്ചു നിർത്തുവാണെങ്കിൽ നമ്മുടെ ഈൽഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ചെടിയൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര ചിമ്പ് കാണും ഇതിലൊക്കെ? 100 മേളില്ല. ഇപ്പൊ വരുന്ന പുതുവള്ളിയിലാണല്ലേ 4-5 കായ ഉണ്ട്. കയറുന്നുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ഒടിഞ്ഞു പോയത് കൊണ്ട് നമുക്ക് ഈ വർഷം മെയിൻ തട്ട പോയി. അതുകൊണ്ട് പറ്റുക. ഇതൊക്കെ നല്ല ഇഷ്ടം പോലെ ചിമ്പാ. 100 പിന്നെ ഇടയ്ക്കത്തെ ചെറിയ ആരോഗ്യമില്ലാത്ത ചിമ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഒരു ഗ്രോത്ത് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഉള്ളതിനെ നല്ല കരുത്താക്കി എടുക്കും. അത് നമ്മൾ ന്യായമായിട്ട് ഞാനിപ്പം വെല്ലുവിളിയാ സൂപ്പറായിട്ട് കൊടുക്കും. 2 കിലോ എങ്കിലും വെച്ച് ഒരു ചെടിക്ക് കൊടുക്കും. അല്ല, ഇത്രയുള്ള ചെടിക്ക് 2 കിലോ തികയത്തില്ല. അപ്പൊ ഇത്രയും ചിമ്പുള്ളപ്പോൾ നമ്മൾ അതിനെല്ലാം കൂടെ ഉള്ള ഫീഡ് കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് രാസവളം അങ്ങനെ കൊടുക്കാനും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ജൈവവളം വെല്ലുവിളി വേപ്പുണ്ടാക്കുക, മിക്സ് ചെയ്ത് തട്ടാം. ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ ലൈറ്റായിട്ട് ഫോളിയർ കൊടുക്കും. കൂടുതലായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. പിന്നെ നമ്മൾ ചാണകപ്പൊടി അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്ക് ഉപയോഗിക്കും. ഇപ്പൊ ഇത് കുറവാണ്. ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ അല്ലാതെ തന്നെ നമുക്ക് ചെയ്ത് പോകാൻ പറ്റും. കഴിഞ്ഞ 2 വർഷമായിട്ട് തേയിലച്ചണ്ടി ഇട്ട ഒരു കർഷകനാണ്. അദ്ദേഹത്തിന്റെ തേയിലച്ചണ്ടി ഇട്ടതുകൊണ്ടാണ് ഇത്ര ഈൽഡ് കിട്ടിയത്. 4 റൗണ്ട് എടുത്തെന്ന് പറഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ അനുഭവം എന്ന് പറയും. അല്ല, നമ്മളത് കഴിഞ്ഞ വർഷം നമുക്ക് 2 വർഷമായിട്ട് നമ്മൾ ഇട്ടത് കൊണ്ട് നമുക്ക് ഈ ചെടിയുടെ വേര് പടലം കറക്റ്റ് ആക്കാൻ പറ്റി. അതിന് വലിയ ഡാമേജ് വന്നില്ല. നല്ല ഭയങ്കര ഹീറ്റായിരുന്നു. 35 ഡിഗ്രി ഒക്കെ ചൂട് വന്നു. അപ്പൊ ഷെയ്ഡ് ഇച്ചിരി കുറവായിരുന്നു. അത് എന്നിരുന്നാൽ തന്നെ നമ്മൾ അത് നേരത്തെ അഡ്വാൻസ് ആയിട്ട് കണ്ടതുകൊണ്ട് നമ്മൾ ഇതിനെ ഇട്ട് കൊടുത്തിട്ട് നല്ല റെഡിയാക്കി നിർത്തി കഴിഞ്ഞാൽ ചെറിയ ഒരു മിസ്റ്റ് ഉണ്ട്. എല്ലാം മൈക്രോ സ്പ്രിംഗ്ലറാണ്. ഒരു 10 മിനിറ്റ് നമ്മൾ ഒരു ദിവസം വൈകിട്ട് അത്ര ഇടുന്നുള്ളൂ. അത്ര ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ന്യായമായിട്ടൊരു ഈർപ്പം കിട്ടുന്നുണ്ട്. കൂടുതലും കൊടുക്കാൻ പാടില്ല. അതിന്റെ ആവശ്യം ചണ്ടി കിടക്കുന്നതുകൊണ്ട് കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയതുകൊണ്ട് എനിക്കത് നമുക്ക് നല്ല അനുഭവം കേട്ടോ. എന്നാന്ന് വെച്ചാൽ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് അതിന്റെ ആവശ്യവും. ഇത് 100 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു അനുഭവം എനിക്ക് ആദ്യം കേട്ടോ. ഇത് ഇട്ടുകൊണ്ടായിരിക്കും ഇതുപോലെ അപ്പൊ ഇത് ഭയങ്കര അനുഭവം. അപ്പൊ ഇതിൽ നിന്ന് ഇനിയിപ്പം നമുക്ക് എടുക്കാൻ പോകുന്ന എത്രയാന്ന് ഞാൻ ഒന്നും പറയത്തില്ല. പക്ഷേ നമ്മളത് എടുത്തിരിക്കും. അതിനെനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാമല്ലോ. 100 ചിമ്പൊക്കെ വരിക എന്ന് പറഞ്ഞാൽ 100 വേണ്ട. ഒരു 50 ആണെങ്കിലും 100 ശരം അടിക്കും. പള്ളിയുടെ കാറ്റടിച്ച് ഒടിഞ്ഞു പോയ ഒരു തട്ടയുടെ ചരത്തിന്റെ നീളം. അതിപ്പോ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അത്ര ക്യാമയൊന്നും ഇല്ല. പക്ഷെ അത് അതിന്റെ മെയിൻ തട്ട പോയി. തായ്തട്ട പോയി. അതുകൊണ്ടാ. പക്ഷെ ബാക്കിയുള്ളതിന്റെ ന്യായമായിട്ട് 3-3.5 അടി നീളത്തിന് ചരമുണ്ട്. ഇതിപ്പോ എന്നാണ് ഇട്ടിരിക്കുന്നത്? എല്ലുപൊടിയും വേപ്പം ഉണ്ടാക്കും. എല്ലാം മിക്സാ. അതിനകത്ത് പൾവിക് ആസിഡ് സർവ്വ സാധനമുണ്ട്. പൾവിക് ആസിഡ്, ഹ്യൂമിക് ആസിഡ്, അങ്ങനെ എല്ലാം ഉണ്ട്. അല്ല, ഇപ്പം ഇതല്ലേ കാ പിടിക്കുന്നുണ്ട്. ഇത് കണ്ടോ? ഇത് നോക്കിയേ. അതെ കാ പിടിക്കുന്നുണ്ട്. എത്ര കാന്നുണ്ട്?
4 5 കാ 5 കായുണ്ട്. 5 കാ. ഇതിപ്പോ നമ്മൾ ഇതിനകത്ത് ഒരെണ്ണം എടുത്തു പോയി. എന്നാലിപ്പോ ലൈവായിട്ട് പിടിച്ചോണ്ടിരിക്കും. ഓക്കെ. അത് പുതുവള്ളിയാ. ബാക്കിയല്ല ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഇത് ഈ വർഷം കൊണ്ട് തീരുമല്ലേ? തീർന്നു പോയ സാധനം തീർന്നു. ഉണ്ടോ ഇപ്പോഴത്തെ പുതു ഇതെല്ലാം ഒരു 120 ഇമ്പുണ്ട്. അല്ല അതൊക്കെ ഒരു എന്നാ നല്ലൊരു അനുഭവമാണേ. ഇങ്ങനെ ഒരു ക്ലൈമറ്റ് കിട്ടുകയും ചെയ്യും. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് ചെടി കിട്ടിയല്ലോ നന്നായിട്ട്. ഈ വർഷം ഇതുപോലെ നന്നായിട്ട് നിൽക്കുന്ന ചെടി ഇച്ചിരി കുറവാണ് അല്ലേ? ഇതിപ്പോ നമ്മുടെ തോട്ടത്തിൽ എന്നാന്ന് പറഞ്ഞാൽ നമുക്കുണ്ടല്ലോ ഒരു 5 6 7 പെട്ടി വെച്ച് എല്ലായിടത്തും 7 അല്ല ഒരു 10 അടുത്തൊക്കെ നമുക്ക് വെക്കാം. നല്ല പോളിനേഷൻ നടക്കാൻ വേണ്ടിട്ട് ഇവന് ഇല്ലാതെ പറ്റത്തില്ല. പറ്റാത്ത മരുന്നടിക്കാൻ പാടില്ല. ഇപ്രോണിൽ പോലുള്ള കെമിക്കൽ ഉണ്ട്. അത് അടിച്ചു കഴിഞ്ഞാൽ തേനീച്ച കംപ്ലീറ്റ് ചെയ്യത്തും. അപ്പൊ അതുകൂട്ട് മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കാതെ ഈച്ചയ്ക്ക് അനുകൂലമായിട്ട് അതിന് പറ്റുന്ന രീതിയിലുള്ള നല്ല മരുന്നുകൾ മാത്രം ഉപയോഗിക്കുക. അത് നല്ല കമ്പനി സാധനം. നമ്മൾ ഈ അവിടുന്ന് ഇവിടുന്ന് എല്ലാം മേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്നേ. ഒറിജിനൽ സാധനം നമുക്ക് കിട്ടണ്ടേ? നല്ല സാധനം കിട്ടുന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ നല്ല സാധനം ഇപ്പം ഒത്തിരി കുറവാണ്. അപ്പൊ നല്ല കമ്പനിയുടെ സാധനം മാത്രം നോക്കി സെലക്ട് ചെയ്ത് മേടിക്കും. അപ്പൊ അത് ഇതിന് തേനീച്ചയ്ക്കും പ്രശ്നം വരത്തില്ല. എല്ലാം നല്ല കട്ടുകൂടിയ മരുന്ന് അടിക്കുന്നത്. ഒരുപാട് കൂട്ടം മരുന്നുകൾ കൂട്ടി അടിക്കുമ്പോൾ അതെല്ലാം തേനീച്ചയ്ക്ക് അത് കറക്റ്റ് ആകത്തില്ല. അതിനകത്ത് വേറെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ നമ്മൾ അടിക്കാനും പാടില്ല. ഇപ്പൊ എല്ലാവരും തന്നെ വളവും മരുന്നും എല്ലാം കൂടെ ഒറ്റ അടിയാ. അങ്ങനെ വരുമ്പോഴത്തേനും അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ 2 പാർട്ടായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെതായ പ്രയോജനം നമുക്ക് കൃത്യം കിട്ടുകയും ചെയ്യും. മരുന്നിൻ്റെ ഡോസേജ് നമുക്ക് കുറയ്ക്കാനും പറ്റും. തേയിലച്ചണ്ടി 3 വർഷമായിട്ട് ഉപയോഗിച്ച പയസ് എന്ന് പറയുന്ന ആള് ചന്ദ്രൻകുന്ന് പാപ്പൻചേട്ടൻ്റെ മകനാണ്. അദ്ദേഹം ഒരു 1947 കൃഷി പാരമ്പര്യമായി 100 കണക്കിന് ഏക്കർ കൃഷി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലാണ് നമ്മൾ ഈ തേയിലച്ചണ്ടി യൂസ് ചെയ്താലുള്ള ഗുണങ്ങളും അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. തേയിലച്ചണ്ടി ഉപയോഗിച്ചപ്പം മണ്ണിലെ ഈർപ്പം പിടിച്ചു നിർത്തി ജലാംശം പിടിച്ചു നിർത്താൻ പറ്റിയതുകൊണ്ടാണ്. മിതമായ രീതിയിൽ വെള്ളം കൊടുത്താൽ മതി ഈ ചണ്ടി ഉപയോഗിക്കുമ്പോൾ. പിന്നെ ഫംഗസൈഡിനെ കുറിച്ച് പറയുമ്പോൾ ഫംഗസിനുള്ള മരുന്ന് കൂടുതൽ ഈർപ്പം നിന്നാൽ ഫംഗസ് വരികാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അതിനുള്ള മരുന്ന് കൂടി നമ്മൾ നോക്കി ചെയ്യേണ്ടി വരും. ഈ തോട്ടത്തിൽ അങ്ങനെ ഫംഗസ് വരുമോ അല്ലെങ്കിൽ തട്ടമറിച്ചിൽ വരുമോ അങ്ങനെയൊന്നും ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷെ അത് കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു കർഷകനായതുകൊണ്ടാണ്. പാരമ്പര്യ കർഷകനാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടി ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാവർക്കും നന്ദി.